മാത്യു കുഴനാടൻ എം എൽ എ ടെലിഫോൺ ലൈൻ ചേരുന്നു. ശ്രീ മാത്യു കുഴനാടൻ, ഞാൻ നേരത്തെ ചോദിച്ചത് ഇ ഡി ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു മാസപ്പടിയിൽ. SFI അന്വേഷണത്തിനിടെ ഇ ഡി അന്വേഷണം വരുന്നതിന് എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് ആരുടെ ഒരു പ്രതികരണം കേട്ടിരുന്നു. അതാരായിരുന്നു പ്രതികരിച്ചതെന്നൊന്ന് പറയാമോ? ഇപ്പോൾ സംസാരിച്ചത് താങ്കൾ കേട്ടത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഒരു പ്രതികരണമാണ്. അദ്ദേഹം പറഞ്ഞത് ഇ ഡി കൂലിക്ക് പണിയെടുക്കുകയാണ്, കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പാണ്. അതായത് ദേശീയ തലത്തിൽ ഒരു നിലപാടാണ് ഇ ഡി അന്വേഷണത്തിൽ, കേരളത്തിൽ വരുമ്പോൾ അത് മുഖ്യമന്ത്രിക്കെതിരെ എന്താണ് അന്വേഷണം വരാത്ത എന്ന രീതിയിൽ നിലപാടെടുക്കുന്നു. അത്തരത്തിൽ ഇരട്ടത്താപ്പാണ് കോൺഗ്രസിന് എന്നായിരുന്നു MV ഗോവിന്ദൻ അല്പം മുൻപ് വാർത്താ സമ്മേളനം നടത്തി തന്നെ വിമർശിച്ചത്. ശ്രീ മാത്യു കുഴനാടൻ. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഗോവിന്ദൻ പ്രതികരിച്ചതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് വീണ വിജയനെതിരെ ED അന്വേഷണം നടത്തുന്നതിനുള്ള പ്രതികരണമാണോ അദ്ദേഹം നടത്തിയത്? അപ്പൊ CPM ഇപ്പോഴും വീണ വിജയനെതിരായിട്ടുള്ള അന്വേഷണത്തെ CPM തന്നെ പ്രതിരോധിക്കുന്ന സ്ഥിതിവിശേഷമാണോ നിലവിലുള്ളത് എന്നൊന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ലായിരുന്നു ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം ഇപ്പോ ED കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വീണ വിജയനെതിരെ അല്ലെങ്കിൽ എക്സാലോജിക്കിനെതിരെ CMRL ഇടപാടിലാണെങ്കിൽ CPM ഇത്രയും പറയിടാവുന്നതിന്റെ അർത്ഥം CPM സ്റ്റിൽ ഡിഫെൻഡിങ്, അല്ലെങ്കിൽ വീണയുടെ വക്കാലത്ത് CPM ഇപ്പോഴും വിട്ടിട്ടില്ല എന്നുള്ളതാണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ ഈ കാര്യങ്ങൾക്കെല്ലാം മറുപടി പറയാൻ അവരും ബാധ്യസ്ഥരാണ്. മാസപ്പടിയിൽ മൗനമായിരിക്കുകയും കേസ് വന്നപ്പോൾ ഇപ്പോൾ ഈ നിലയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി ഇതുവരെ ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇതൊക്കെ ആയിരിക്കുമ്പോഴും ഇപ്പോഴത്തെ ഈ ED അന്വേഷണ പ്രഖ്യാപനത്തിൽ എനിക്ക് അമിതാവേശമില്ല. കാരണം ഇപ്പോ ഏത് കോണ്ടെക്സ്റ്റിലാണ്, ഏത് ആംഗിളിലാണ്, എന്ത് ഒരു അപ്രോച്ചാണ് ED എടുക്കുന്നത് എന്ന് വ്യക്തമാകാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റോടുകൂടി അല്ലെങ്കിൽ ഒരു അമിതാവേശത്തോടുകൂടി പ്രതികരിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ED പലപ്പോഴും ഇതിനു മുമ്പ് ഈ സമാനമായ വിഷയങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ EDക്ക് അന്വേഷിക്കാൻ കഴിയുന്ന ഗൗരവതരമായ കാര്യങ്ങൾ അവരുടെ മുന്നിൽ വന്നപ്പോഴൊന്നും അവര് അന്വേഷിച്ചിരുന്നില്ല, അല്ലെങ്കിൽ നടപടികളിലേക്ക് പോയിരുന്നില്ല. അപ്പൊ പിന്നെ ഇപ്പോഴെന്ത് ഏത് കോണ്ടെക്സ്റ്റിലാണ് അവരിത് അന്വേഷിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു പ്രതികരണമായിരിക്കും കൂടുതൽ അപ്രോപ്രിയേറ്റ് ആവുക എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ മാത്യു കുഴനാടൻ, ഒരു പ്രാഥമിക അന്വേഷണത്തിനും SFI അന്വേഷണം വന്നതിന് പിന്നാലെ തന്നെ അതിലൊരു പ്രാഥമിക അന്വേഷണം ED നടത്തിയിരുന്നല്ലോ. അതിന്റെ കൂടി ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷിക്കാമെന്നതിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല എക്സാലോജിക്, CMRL, KSIDC എന്നിവർക്കൊക്കെ ഉടൻ തന്നെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ചോദ്യം ചെയ്യലും അറസ്റ്റും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതിനകത്തൊരു ഫെയർനെസ് ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ അതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിലാറ്റ് വെയിറ്റ് ആൻഡ് സീ. കാരണം എനിക്ക് ഉള്ള റിലയബിൾ ഇൻഫർമേഷൻ വെച്ചിട്ട് വളരെ മുമ്പ് തന്നെ EDയുടെ മുമ്പിൽ ഇതും സമാനമായ കേസുകളിലെ രേഖകളും ഒക്കെ എവിഡൻസും ഒക്കെ അവരുടെ മുമ്പിൽ ചെന്നിട്ടും അവരതിന്റെ ഒരു അന്വേഷണവും ഇനി ഒരു പ്രാഥമികമായ പരിശോധന EDയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തതാണ്. എന്നിട്ടും അന്നൊന്നും അവര് അന്വേഷണത്തിലേക്ക് കടക്കാതിരുന്നത് ഇപ്പോഴെന്തുകൊണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിട്ടേ നമുക്ക് പ്രതികരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ കോണ്ടെക്സ്റ്റും ഈ അപ്രോച്ചും ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം പറയാൻ കഴിയുള്ളൂ. അമിതാവേശത്തോടുകൂടി പ്രതികരിക്കാനില്ല എന്ന് പറയാൻ കാരണം അതാണ്. ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അതായത് CPM BJP അന്തർധാര ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാകാം ഇപ്പോഴത്തെ ഈ നോട്ടീസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ നടപടികൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. താങ്കൾക്കും അങ്ങനെ തന്നെയാണോ തോന്നുന്നത്? അതെ, ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സമീപനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പിണറായി വിജയനെ പൊളിറ്റിക്കലി ഗാർഡ് ചെയ്യുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഞങ്ങളുടെ അനുഭവം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് 100% കറക്റ്റാണ്. കാരണം അല്ലെങ്കിൽ എത്രയോ മുമ്പ്, ഇപ്പൊ നിങ്ങൾക്കറിയാവുന്ന പോലെ സ്വർണ്ണക്കടത്ത് ഏറ്റവും അപ്രോപ്രിയേറ്റ് കേസായിരുന്നു കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ടത്. കാരണം വിദേശത്ത് നിന്നും ഒറിജിനേറ്റ് ചെയ്ത അല്ലെങ്കിൽ വിദേശ ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു ക്രൈം എന്ന നിലയ്ക്ക് 2 ലൈഫ് മിഷൻ കോഴ കേസ്, അതും അതിനുള്ള പണം വിദേശത്ത് നിന്ന് വന്നാണ്, അതിന്റെ ഒറിജിൻ അവിടെ നിന്നാണ്, ഡിപ്ലോമാറ്റിക് ചാനലിൽ വന്ന പൈസയാണ്. ആ ലൈഫ് മിഷൻ കോഴ കേസ് അവർക്ക് അന്വേഷിക്കാൻ വരുന്ന അവര് ഇനീഷ്യേറ്റ് ചെയ്യില്ല. എനിക്ക് മാസപ്പടി മാസപ്പടിയിൽ ഇത്രയേറെ എവിഡൻസും ഇത്രയേറെ കാര്യങ്ങളും ഇത്രയേറെ ഒബ്സർവേഷൻസും ഈവൻ ക്വാസി ജുഡീഷ്യൽ ബോഡീസിന്റെ ഫൈൻഡിങ് വന്നിട്ട് പോലും ഇത്രയും കാലം അനങ്ങാപ്പാറയായിരുന്ന ED എന്തുകൊണ്ടാണ് ഇപ്പോ സഡനായിട്ട്? അതിന്റെ മാത്രമേ ഇതിന്റെ ഒരു പ്രധാനമായ കാര്യം
നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും ഈ SFIO കൂടുതൽ നടപടികളിലേക്ക്, അതായത് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയിലേക്ക് നീങ്ങുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നപ്പോഴും നമ്മൾ സംസാരിച്ചിരുന്നു. അന്ന് താങ്കൾ പറഞ്ഞത് ഒരു മെല്ലെപ്പോക്കാണ് ഇക്കാര്യത്തിൽ എന്നാണ് പറഞ്ഞത്. ED പക്ഷേ വരുന്നു, ഇത്തരത്തിൽ ത്വരിതഗതിയിലുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാണോ താങ്കൾക്കും തോന്നുന്നത്? മൊത്തത്തിൽ ഈ കേന്ദ്ര ഏജൻസികൾ ഒരു കണ്ണിൽ പൊടിയിടാനായി ഇത്തരം നടപടികൾ എടുക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുക മാത്രമാണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വേണമെന്നുണ്ടെങ്കിൽ കേവലം ഒരു ഇത് രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് മാത്രമായില്ല. അവരുടെ ബാക്കിയുള്ള നടപടികൾ കൂടി വീക്ഷിച്ചതിന് ശേഷം ഞങ്ങൾ പ്രതികരിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. വളരെ നന്ദി ശ്രീ മാത്യു കുഴൽനാടൻ.